അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് ഖുർആൻ വരുമ്പോൾ ഇതിൽ ഇറയോനരുൾക്ക് ഗദാഇ റസൂൽ നബിക്ക് ഒളിവാൻ സുരർക്കോൻ മാലക്കുടനെ പുരിവാളും ഹക്കുടയെ തിരുദൂതർ മുമ്പിലണവായ്. മഹാനായ താവൂസുൽ അംലാക്ക് മലക്ക് ജബ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തനബിന്റെ അടുത്ത് വന്ന് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ആ മെസ്സേജ് എന്തൊക്കെയായിരുന്നു എന്ന് അടുത്ത വിശദമായിട്ട് പറയുന്നുണ്ട്. അബൂ സുഫിയാനും സംഘവും ഷാമിൽ പോയി, സിറിയയിൽ പോയി കച്ചവടം ചെയ്ത് മെച്ചായ ലാഭമായി മടങ്ങി വരുന്നുണ്ട്. അവരിൽ നിന്ന് നബിക്കും തങ്ങൾക്കും സഹാബത്തിനും അവകാശപ്പെട്ട മുതലുകൾ അത് പിടിച്ചു വാങ്ങണം എന്നുള്ള ഒരു മെസ്സേജായിരുന്നു അത്. കഴിഞ്ഞ വർഷം നമ്മൾ അവസാനിപ്പിച്ചത് അവിടെ വെച്ചാണ്. തുടങ്ങി മഹാകവി വന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പറഞ്ഞത് എന്നുള്ള വിഷയമാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൂടെ ബഹുമാനപ്പെട്ട അനീഫ് മാഷുണ്ട്. മാഷക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മാഷെ? രണ്ട് സംശയങ്ങൾ. അതായത് ഈ ബദ്ർ യുദ്ധം നടക്കുന്ന സമയത്ത് ബദ്ർ യുദ്ധത്തിൽ 313 പേരുകളുണ്ട് എന്ന് പറയുന്നതായി കേട്ടു. അപ്പോൾ എക്സാക്റ്റായി ബദ്ർ യുദ്ധത്തിൽ എത്ര സ്വഹാബികളാണ് പങ്കെടുത്തിട്ടുള്ളത്? ചോദ്യം ഒന്ന്. രണ്ടാമത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന വിവരം അറിഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത്? ആദ്യത്തേന് ആദ്യം പറയാം, രണ്ടാമത്തേന് രണ്ടാമത് പറയാൻ സാധിച്ചു. ബദ്റിൽ നമ്മൾ പഴയ കാലം മുതൽക്ക് തന്നെ ബദ്ർ ശുഹദാക്കൾ 313 പേരാണ് എന്നുള്ള നമ്മൾ കേട്ടിട്ടുണ്ട്, ബദ്റിൽ സംബന്ധിച്ച ആളുകൾ. അപ്പോ അതില് എക്സാക്ട് മാഷ് ചോദിച്ചത് കറക്റ്റായിട്ടുള്ള കണക്ക് എത്ര എന്നുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് തന്നെയാണ്. അതില് 313 ആളുണ്ട് എങ്കിലും 305 പേരാണ് എക്സാക്ട് അതിൽ സംബന്ധിച്ചിട്ടുള്ളത്. അതിൽ ഒരുങ്ങിയ 8 ആളുകൾക്ക് സംബന്ധിക്കാൻ പറ്റിയിട്ടില്ല. അവർ 8 ആൾക്ക് വിവിധങ്ങളായ റീസൺ ഉള്ളത് കൊണ്ട് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ കാരണങ്ങളൊക്കെ അടുത്ത വിഷയത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് കിടക്കുന്നില്ല. അപ്പൊ നമുക്കത് ക്ലിയർ ആക്കാം. മറ്റൊന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതും ഇതിൽ തന്നെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യ മുത്തനബിന്റെ മകൾ കൂടിയാകുന്ന റുഖിയ ബീവിക്ക് അന്ന് നല്ല അസുഖമാണ്, നല്ല സീരിയസ് ആയ രോഗമായതുകൊണ്ട് അവരെ പരിചരിപ്പിക്കുന്നതിന് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിർത്തിയതാണ്. ഇതിൽ സംബന്ധിക്കുന്നതിനേക്കാളും തന്റെ ഭാര്യയ്ക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കലായിരിക്കും ഹൈർ എന്നുള്ള നിലക്കായിരിക്കാം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിൽ സംബന്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ബദറുകളുടെ എല്ലാ ശ്രേഷ്ഠതകളും ഈ 8 ആളുകൾക്കും ഉണ്ട്. അടുത്ത സ്റ്റേഷനിലേക്ക് കടന്നാലോ? സ്റ്റേഷനിൽ മഹാകവി പറയുന്നു, അണവാക്കി റൂഹുല്ലമീൻ തൻമൊഴിയ അമ്പൻ പുകഴ്ന്തയ ഖൈറുൽ ബറായ തുണയാർ അബൂ സുഫിയാനും ബഹീറ ചുമകളും ഷാമിന്ന് വാരുന്ന് സൈറ തനിയോരരുളുങ്ങൾ താമും സഹബ തരതാലിലൈഹിൻ സുറൂഅത്തിൽ പോവാൻ തനി ചെയ്യും താഹബില്ലേലും കൂറി താഉസുലം ലകുശർദണ്ഡം ഏറി. അതായത് അണവാകി റൂൽ ഹമീൻ തൻ മൊഴിയാം അമ്പൻ പുകന്തയ ഖൈറുൽ ബറായ തുണയാർ അബൂ സുഫിയാനും ബഈറ ചുമകളും ഷാമിന്ന് വാരുന്ന് സൈറ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ, അബൂ സുഫിയാനും സംഘവും മെച്ചായ ലാഭവുമായി, അതായത് ആളുകൾ കുറവാണ്, കച്ചവട സാമഗ്രികൾ അവർ വാങ്ങിയതും വിറ്റതുമായിട്ടുള്ളതിന്റെ ലാഭവിഹിതങ്ങളൊക്കെ വലിയ കൂടുതലായിട്ടുണ്ട്. അത് തങ്ങൾക്കും സഹാബത്തിനും അവകാശപ്പെട്ടതും കൂടിയുണ്ട്. അത് അവരിൽ നിന്ന് തങ്ങൾ വാങ്ങാൻ വേണ്ടി താങ്കൾ ഇപ്പോൾ തന്നെ പുറപ്പെടണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തുണയാർ അബൂ സുഫിയാനും ബഈറ ഒട്ടക സംഘവും വരുന്നുണ്ട്. ചുമകളും ഷാമിന്ന് അതെല്ലാം ചുമന്നുകൊണ്ട് ഷാമെന്ന് വരുന്നുണ്ട്. തനിയോൻ അരുള്, അള്ളാഹുവിന്റെ അരുളുള്ളത് ഉങ്ങൾ താമും സഹാബും തരത്താലിലെയും സുറത്തിൽ പോവാൻ. അവർ ബദർ അതിലെത്തും.
അപ്പോൾ നിങ്ങളും സഹാബത്തും പോയി അവരെ തടയണം എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. തനി ചെയ്യും താഹാവിൽ ഏകലും കൂറി. അള്ളാഹുവിന്റെ ഏകൽ അതൊരു മെസ്സേജ് പറഞ്ഞിട്ട് താവൂസല്ലാമിലാക്ക് എന്തായി ഉയർന്ന് അണ്ടം ഏറി ആകാശത്തിലേക്ക് കയറിപ്പോയി. അണ്ടം എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം ആകാശം. ആണ്ടവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അണ്ടവൻ എന്ന് പറയും തമിഴിനായിരിക്കും. പഴയ കാലത്തൊക്കെ നമ്മള് മച്ചിക്ക് അട്ടം എന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു. അത് ഈ അണ്ടമായിരിക്കും. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഈ സംഭവം പറഞ്ഞ് പോയി. വലിയ വിഷയമാണത്. എറിയ ബോധസ്ഹാബോരിരുത്ത് ഏകന്നമർ കെട്ടടവെ മുതർത്ത് ആരെ തനിക്കും നബിയും ഒരുങ്ങി ആശി തെളിന്തരികോറുമരുങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സഹാബത്തിനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ട്, അതുകൊണ്ട് നമ്മൾക്ക് എന്താവണം, പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഹാരെ തണിക്കും നബിയും ഒരുങ്ങി. അതായത് ചൂട് തണുപ്പിക്കുന്ന, നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചൂടുകൾ ഉണ്ടാകുമ്പോൾ അതിനെ തണുപ്പിക്കുന്ന നബിയാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം കൂളായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാരെയും ഒരുമിച്ച് കൂട്ടിയപ്പോൾ എത്ര ആളുണ്ട്? മാറാതവർകൾ മുഹാജിർകൾ ആഹാ മറ്റാകെ അൻസർകൾ ആകും കസംഹ. അരികോർകൾ അൻസാരി 2 കിളക്കാർ ഔസി ഖസ്റജി എന്തൊന്നും നീക്കോർ. ആകെ അവർ 2 കിളക്കാരുണ്ട്, 2 വിഭാഗമുണ്ട്. ഒന്ന് മുഹാജിറുകളും മറ്റൊന്ന് അൻസാറുകൾ. മുഹാജിർ എന്നല്ലെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തു വന്ന ആളുകൾ. അൻസാറുകൾ എന്നല്ലെങ്കിൽ മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വന്ന സഹാബത്തിനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് സഹായിച്ച ആളുകൾ. അവർ അൻസാരികൾ, റിസീവ് ചെയ്ത. ഒന്ന് ഹോസ്റ്റും മറ്റത് ഗസ്റ്റും. അരികുള്ള അൻസാരികൾ. ഈ അൻസാരികളിൽ തന്നെ 2 കിളക്കാരുണ്ട്, 2 ട്രൈബ് ഉണ്ട്, 2 ഗോത്രക്കാരുണ്ട്. ഒന്ന് ഔസി എന്നും മറ്റൊന്ന് ഖസ്റജി എന്നുമാണ്. ഖസ്റജി ഗോത്രവും അതുപോലെ തന്നെ ഔസി എന്നാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു ഫേമസ് ആയി ഒന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതെ അതന്നെ ആയിരിക്കാം. പോപ്പുലർ ആണ് ഇപ്പോഴും ഈ ഖസ്റജി ഫാമിലി പോപ്പുലർ ആണ്. അപ്പോ ഇപ്പോഴും ഉണ്ട്. ഔസി ഉണ്ടാകാം. ഖസ്റജ് പോപ്പുലർ ആയിട്ട് ഫേമസ് ആയിട്ട് അറിയുന്നുണ്ട് നമ്മളെ പോലത്തെ പൊതുജനങ്ങൾക്ക്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയപ്പോ അത്ര ആൾക്കാരുണ്ട്. അൻസാരികളും മുഹാജിറുകളും ഒക്കെ ആയിട്ട് നേരത്തെ മാഷ് ചോദിച്ച പോലെ എത്ര ആള് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉരയാകെ 310 ഉണ്ടമുറഫായ കൗലമിതുണ്ട്. കരോറിൽ 3 മുഹാജിറുകളെയും കരുത്തുറ്റവർ 5 അൻസറുകളെയും. ഉരയെ പറയട്ടെ, ആകെ 310 310 പ്ലസ് 3 അപ്പൊ 313. ഉണ്ടാം ഉറപ്പായ കൗലാമിതുണ്ട്. ഉറപ്പായ കൗല് പ്രകാരം, അഭിപ്രായ പ്രകാരം 313 ആളുകൾ ഉണ്ടായിരുന്നു ആ സംഘത്തില്. അബൂ സുഫിയാനും സംഘത്തിനെയും തടയാൻ പോകുന്ന ഈ സംഘത്തില്. അതിൽ 3 മുഹാജിറുകളും കരുത്തുറ്റ 5 അൻസാറുകളെ. അതിൽ കരോറിൽ 3 മുഹാജിറുകളെയും കരുത്തുറ്റോർ 5 അൻസാറുകളെയും. അവരിൽ 3 മുഹാജിറുകളെയും, മുഹാജിറുകളെ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാര്, പിന്നെ 5 അൻസാറുകളെയും നിറവത്തുളർന്ന സമൂഹം സഹാബിൽ നിന്നിട്ട് പേരൊഴിത്തോരെ സബബിൽ. ഓരോരോ റീസൺ ഉള്ളത് കൊണ്ട് ഈ 13 നിന്ന് 8 ആളുകളെ ഒഴിവാക്കി. അപ്പൊ എത്രയായി? എക്സാക്ട് 305 5 അൻസാറുകളെയും 3 മുഹാജിറുകളെയും ഓരോ കാരണങ്ങളെ കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതാരൊക്കെയെന്ന് നമുക്ക് നോക്കാം. നേരത്തെ ചോദിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഒന്നാമത് റീസണുള്ള ഒഴിവാക്കപ്പെട്ട കാരണം, ഉദുർ നൽകപ്പെട്ട ആര്. കാരണം ബീരിദർ ത്വാഹ മകൾ റുഖിയത്ത് ബീബിക്കെന്നാൽ ദീനം ആമേ മികത്ത്. അതായത് ബീരിദരാകുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകള് റുഖിയ ബീബിക്ക് അന്നാള് ദീനം ആമേ മികത്ത്. ദീനം പറഞ്ഞാൽ രോഗം, കലശമായ രോഗമുണ്ടായിരുന്നു, സീരിയസ് ഡിസീസ് ആയിരുന്നു. അതുകൊണ്ട് അവരെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഒഴിവാക്കി. അവരെ സംബന്ധിക്കണ്ട.
പക്ഷെ അവർക്ക് എന്തുണ്ട്? ഇതിന്റെ എല്ലാം ഈക്വൽ പവറാണ് ഉള്ളത്. രണ്ടാമത് പാരിത്തെ മൂലം തിന്നൂറൈനിയോരാ പർപ്പിത്ത് മിന്ന മനൈ തന്നിൽ ചേരാ. മനൈ മനൈ പറഞ്ഞാൽ നിങ്ങൾ കർണാടക മനെ, അവരുടെ മനയിൽ നില്ലിസിതറു, അതായത് വീട്ടിൽ തന്നെ നിർത്തി റുക്കിയ ബീബിനെ ശുശ്രൂഷിച്ചുകൊണ്ട് നിങ്ങൾ നിന്നോ, ഞങ്ങളെ കൂടെ വരണ്ട. പിന്നെ രണ്ടാമത്തെ പേരുറ്റ സൈദോരും തൽഹത്തും രണ്ട് പേർഷം കൊള്ളേ പോയി മുമ്പരുൾ കൊണ്ട്. പിന്നെ രണ്ടുപേര് സഅദ് എന്നവരും തൽഹത്ത് എന്ന ആളും, അവർ രണ്ടുപേരും പേര് ഷാമ് കൊള്ള പോയി മുമ്പരുൾ കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരത്തെയുള്ള ഒരു ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ അവരെന്താ ഷാമിലേക്ക് പോയി. ഷാമിൽ കച്ചവടം ചെയ്യാൻ പോയിട്ടുണ്ടല്ലോ അബൂ സുഫിയാൻ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അവരുടെ മെസ്സേജ് ഒക്കെ അറിയുന്നതിന് വേണ്ടി എന്താണ് അവിടെ നടക്കുന്നത്, കച്ചവടം നടന്നോ, മറ്റു കാര്യങ്ങളൊക്കെ എന്തോ സംഭവിച്ചോ, ഈ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി മഹാനായ തൽഹത്തോരെയും അതുപോലെ തന്നെ സഅദ് എന്നവരെയും അയച്ചിരുന്നു അവിടുത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടി. വാരുന്ന താജറുകൾ ചേതിയറിന്ത് ബന്ദ് ബദർ ചെറും മുൻ പോർ കഴിന്ത്. അവർ താജറുകളുടെ ചേതി അറിന്ത്, ആ കച്ചവട സംഘത്തിന്റെ ബിസിനസ്സിന് പോയ ആ ടീമിന്റെ വിവരങ്ങൾ മെസ്സേജൊക്കെ അറിഞ്ഞ് ബന്ദ് ബദർ ചേരും മുന്ന് പോർ കഴിഞ്ഞു. അവർ റിട്ടേൺ വന്നിട്ട് ബദറിൽ എത്തുന്നതിന് മുമ്പ് ഇവിടെ എന്തായി, ഇവിടെ പോറൊക്കെ കഴിഞ്ഞു, ആ കലഹങ്ങൾ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ രണ്ടുപേർക്ക് സംബന്ധിക്കാൻ പറ്റില്ല. എട്ടില് 3 പേരെ റീസൺ നമുക്ക് മനസ്സിലായി. മറ്റത് വരുന്ന മുമ്പ് അവരെന്തായി, മുൻ പോർ കഴിഞ്ഞു, അതുകൊണ്ട് കഴിഞ്ഞില്ല പോരില്ലവർ കണവാനെ, കഴിഞ്ഞില്ല പോരിൽ അവർക്ക് അണവാനെ, അവർക്ക് സംബന്ധിക്കാൻ വേണ്ടി ആ പോരിൽ ആ കഹലത്തില് സംബന്ധിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഹംസ പിന്നെ അൻസാരിയാക്കളിൽ താനെ, പിന്നെ 5 മുതലുള്ള ആളുകൾ അൻസാരികളിൽപ്പെട്ട ആളാണ്. ഒന്ന് കഷകോടെ യാസിൻ വരും വരെ ബൈത്ത് കഫന ബൂലുബബത്തോടുരൈത്ത്. യാസിൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് വരെ നബി തങ്ങളുടെ വീട്ടിന്റെ സെക്യൂരിറ്റി ആയി പാറാവുകാരനായിട്ട് ആരെ ഏൽപ്പിച്ചു? അബൂലുബാബത്ത് എന്നവരെ ഏൽപ്പിച്ചു. അതുകൊണ്ട് അവരും വരണ്ട. മഷമാലാദി ഇൻസുദറസിയോരാ മദനി ഖുബാ പള്ളിലാക്കി നേരാം. അദിയുടെ മകൾ സുദർ, അദിയുടെ മകൻ ആസിമോരെ എന്താക്കി, പള്ളിയിലെ ഇമാമത്തിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ആ പള്ളിയും മറ്റു പരിസരങ്ങളൊക്കെ പരിപാലിക്കുന്നതിന് വേണ്ടി അവരെയും ഏൽപ്പിച്ചു, ഇൻചാർജ് കൊടുത്തു അവർക്ക് അവിടുത്തെ. അതുകൊണ്ട് അവർക്കും വരാൻ പറ്റില്ല. പിന്നെ ആര്? അഷഗർബനി അമ്രിൽ നിന്നൊരു വാർത്ത അറിവാനി വിടുത്താർ. മദീനയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങുന്ന സമയത്ത് പല ട്രൈബുകളുടെയും മെസ്സേജും കാര്യങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയണം. തങ്ങൾ അവിടുത്തെ ഭരണാധികാരിയുടെ റോളാണല്ലോ ഉള്ളത്. അപ്പൊ അവിടുത്തെ ഒരു മെസ്സേജ് അറിയാൻ വേണ്ടി ആത്തിബോരെ വിട്ടു. ആരെ? അഷഗർ ബനി അമ്രിൽപ്പെട്ട ബനി അമ്രിൽ ട്രൈബിൽപ്പെട്ട ഒരു വിഭാഗത്തിന് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവരെ അയച്ചിരുന്നു. ആരെ? അമ്ര. അഷഗർ ബനി അമ്രിൽ നിന്നൊരു വാർത്ത അറിയാൻ വേണ്ടി ഇബ്നു ഹാത്തിബോരെ വിട്ടിരുന്നു. അവര് റിട്ടേൺ വന്നിട്ടില്ല. അതുകൊണ്ട് അവർക്കും എന്താ റീസൺ ഉണ്ട്. പിന്നെ വിട്ടൊട്ടകത്തിൻ പുറത്തിന് താനെ വീരകൾ കവ്വാത്തും ഹാരിസും വീണേ വെട്ടെ മുറി ശിദ്ധത്തായ ഉദൂറാൽ തിരുത്തറവരെയുമാക്കി അതിറാ. പിന്നെ 2 പേര് ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു. അവർക്ക് ചെറിയ ആക്സിഡന്റ് ആയി. ആക്സിഡന്റിൽ അവരെ ഇഞ്ചുറി കുറച്ച് മേജർ ഇഞ്ചുറി ആയിരുന്നു, സീരിയസ് ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 2 ആളും നിങ്ങൾ സംബന്ധിക്കണ്ട. അവരെ ആക്സിഡന്റിൽ പറ്റിയിട്ട് അവർ ട്രീറ്റ്മെന്റിലായ കാരണം കൊണ്ട് തന്നെ ഒരു വിട്ട് ഒട്ടകത്തിൻ പുറത്തുനിന്ന് താനെ മോട്ട് കാട്ടിക്കുന്ന ഒരു ഒട്ടകത്തിന്റെ കയറിയ ഒരു സവാരി ചെയ്തപ്പോൾ എന്തായി, അത് വീണ് പോയി. വീരർ അതിൽ 2 പേരുണ്ടായിരുന്നു, ഹവ്വാത്തും ഹാരിസും. അവർ 2ഉം വീണിട്ട് പെട്ട മുറി ശിദ്ധത്തായ ഉദറാല് മുറി, അത് കടുപ്പമുള്ള സീരിയസ് ആയ മുറി ആയതുകൊണ്ട് പിരുത്താറവരെയും ആക്കി അതിർ അവർക്കും ഉതിര് നൽകി. അപ്പോൾ 313 8 പേരെ ഇത്ര ഈ കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും ഒരു സമാധാനം അവർക്ക് പറയുന്നവർക്ക് വിഷമാവണ്ട, ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞിട്ട് നബി അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു. കിട്ടും ഗനീമത്ത് കൂലി ഫളാഇൽ
കേറിപ്പൊരുത് സഹാബർകൾ പോലെ എട്ടാളിലും എന്തരുൾ ചെയ്തു താഹ എൻ്റെതിൽ പിൻറാവി കൂറുന്നു വാം. കിട്ടും ഗനീമത്തും ഫളായിലും എന്തെങ്കിലും ഗനീമത്ത് മുതലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ അസ്ഹാബുൽ ബദറിന് എന്തൊക്കെ ശ്രേഷ്ഠത നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ കേട്ടും കേറി പൊരുതു സഹബറുകൾ പോലെ മറ്റു സഹാബാക്കളെ പോലെ തന്നെ എട്ടാളിലും ഈ ഒഴിവാക്കപ്പെട്ട സംബന്ധിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് എന്തുണ്ട് എല്ലാം ഈക്വൽ സുപ്പീരിയാരിറ്റി ഉണ്ട്. എന്തരുൾ ചെയ്തു താഹ അത് ആ മനുഷ്യന്റെ മനസ്സിന്റെ നിമിത്തങ്ങൾ അപ്പോൾ തന്നെ ഒരു എന്താകുന്ന ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വിഷാദങ്ങൾ ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നബി അപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾക്കും എല്ലാം നിന്റെ ടെൻഷൻ ഒന്നും ആവണ്ട, നിങ്ങളും എല്ലാം സെയിം ആണ്. എന്തരുളി പിൻ റാവി കൂറുന്നു ബാഹ. അടുത്ത് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള വിവരങ്ങള് റാവി കഥാകൃത്ത് പറയുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതാണ്. ബദ്റുൽ ഹുദാ യാസീനൻ നബി ഫർജായ് അന്നേരം ബർകൊടി മൂണ്ടെണ്ണം കേട്ടിടൈ അതിലുണ്ട് അബിയത് വർണ്ണമതാം പിൻ രണ്ടും അസ്വദുമാമേ സദത് കൊടൈകോൾ പൊങ്കും തിരുകരമാനന്ദമ തതിരനബി തന്തോളർ മിസ്ഹബിലിദാർ അവരത് തന്നെ പിടിച്ചേതാറ്റലും വിലനിലയായി. അവർ പോകുന്ന രംഗങ്ങളും പോകുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന വിശദീകരണങ്ങളാണ് അടുത്ത പറയുന്നത്. നമുക്കത് അടുത്ത എപ്പിസോഡിൽ കൃത്യമായി നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.